എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക പൂട്ടിയിട്ട് 6 മാസം തികയുകയാണ്. കഴിഞ്ഞ വർഷം ക്രിസ്മസിന്റെ തലേ ദിവസങ്ങളിൽ നടന്ന അനിഷ്ട സംഭവങ്ങൾക്കൊടുവിലാണ് ബസിലിക്ക പൂട്ടിയിടേണ്ട സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നത്. ഇപ്പോഴും എന്ന് ബസിലിക്ക തുറക്കാൻ കഴിയുമെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല. ഡിസംബർ 23, 24 തീയതികളിൽ എറണാകുളം ബസിലിക്കയിൽ 16 മണിക്കൂറോളം നീണ്ട അഖണ്ഡ പ്രതിഷേധ കുർബാനകൾ നടന്നിരുന്നു. അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ നിയോഗിച്ച ബസിലിക്കയുടെ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ആന്റണി പുതുവേലിൽ ഏകീകൃത കുർബാന അർപ്പിക്കാതിരിക്കുന്നതിനും മേജർ ആർച്ച് ബിഷപ്പോ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററോ ഒരു കാരണവശാലും സീറോ മലബാർ സഭയിൽ നടപ്പാക്കിയ ഏകീകൃത ക്രമത്തിൽ ബസിലിക്കയിൽ ക്രിസ്മസ് തിരുക്കർമ്മങ്ങൾ നടത്തരുത് എന്ന ദുരുദ്ദേശത്തോടും കൂടിയായിരുന്നു മാരത്തോൺ പ്രതിഷേധ കുർബാനകൾ നടത്തപ്പെട്ടത്. അതേ തുടർന്ന് ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം മദ്ബഹയിൽ കയറി ആൾത്താര തള്ളിമാറ്റുകയും പോലീസ് ഇടപെട്ട് ബസിലിക്കയ്ക്കുള്ളിൽ നിന്നും വൈദികരെയും വിശ്വാസികളെയും പുറത്താക്കുകയും ചെയ്തു. തുടർന്ന് ബസിലിക്ക വികാരി ഫാദർ ആന്റണി നരികുളം, AMT നേതാവ് ഷൈജു ആന്റണി, ബസിലിക്ക കൈക്കാരന്മാർ തുടങ്ങിയവരുടെയും ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ആന്റണി പുതുവേലിൽ, അഡ്വക്കേറ്റ് മത്തായി മുതിരേന്തി, ജിമ്മി ജോസഫ്, സക്രിയ കട്ടിക്കാരൻ തുടങ്ങി ഏതാനും ഇടവകാംഗങ്ങളും പോലീസിന്റെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഇരുപക്ഷവും ചേർന്ന് ബസിലിക്ക തൽക്കാലം പൂട്ടിയിടുവാൻ തീരുമാനമെടുക്കുകയാണ് ഉണ്ടായത്. ബസിലിക്കയിൽ ക്രിസ്മസ് തിരുക്കർമ്മങ്ങൾ ഏകീകൃത രീതിയിൽ ബിഷപ്പുമാർക്ക് അർപ്പിക്കാൻ സാധിക്കാതെ വരുമെന്ന് ഉറപ്പുവരുത്താൻ ഒരു വിഭാഗത്തിനും സിനഡ് തീരുമാനത്തിന് വിരുദ്ധമായ ജനാഭിമുഖ കുർബാന അർപ്പണം മുടക്കുവാൻ മറുവിഭാഗത്തിനും ഇതിലൂടെ സാധിച്ചു. പോലീസ് സാന്നിധ്യത്തിലെടുത്ത തീരുമാനത്തിന്റെ വിശദാംശങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ അടക്കമുള്ള സഭാ നേതൃത്വം പിന്നീടാണ് അറിയുന്നത്. ബസിലിക്ക അടച്ചതിനു ശേഷം ബസിലിക്ക തുറക്കുന്നതിനു വേണ്ട നടപടിക്രമങ്ങൾ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ സ്വീകരിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി വികാരി ഫാദർ ആന്റണി നരികുളമച്ചന് കത്തുകളിലൂടെയും മറ്റും ബസിലിക്ക തുറന്ന് ഏകീകൃത കുർബാന അർപ്പിക്കുന്നതിനു വേണ്ട സാഹചര്യം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഏകീകൃത കുർബാനയർപ്പിക്കാൻ തയ്യാറാണെന്നും എന്നാൽ ബസിലിക്കയിൽ ഏകീകൃത കുർബാനയർപ്പിച്ചാൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നും എതിർപ്പുണ്ടാകുമെന്നും പോലീസ് സംരക്ഷണത്തിലുള്ള കുർബാനയർപ്പണം സാധ്യമല്ല എന്നുമുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഫാദർ ആന്റണി നരികുളം. ബസിലിക്ക പൂട്ടുന്നതിന് നേതൃത്വം കൊടുത്ത നരികുളമച്ചനും കൂടെയുണ്ടായിരുന്ന മറ്റുള്ളവരും തന്നെയാണ് ബസിലിക്ക തുറക്കുന്നതിനും നേതൃത്വം കൊടുക്കേണ്ടത് എന്നാണ് ഒരു വിഭാഗം ബസിലിക്ക ഇടവകക്കാരുടെ വാദം. മാർപ്പാപ്പയുടെ ആഹ്വാനപ്രകാരം സിനഡ് അംഗീകരിച്ച രീതിയിൽ മാത്രമേ ബസിലിക്കയിൽ കുർബാന അർപ്പിക്കാൻ പാടുള്ളൂ എന്നും മറിച്ച് ജനാഭിമുഖ കുർബാന അർപ്പിക്കാൻ അനുവാദം നൽകാൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്ക് അധികാരമില്ല എന്നും അവർ വാദിക്കുന്നു. മാർപ്പാപ്പയും പരിശുദ്ധ സിംഹാസനവും മെത്രാന്മാരുടെ സിനഡും വ്യക്തമായി പറഞ്ഞിട്ടുള്ളതുപോലെ ഏകീകൃത കുർബാനയർപ്പണ രീതി മാത്രമേ ബസിലിക്കയിൽ അനുവദനീയമായിട്ടുള്ളൂ. മറ്റു പള്ളികൾക്ക് താൽക്കാലികമായി ബോധനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒഴിവു നൽകാൻ സാധ്യതയുണ്ടെങ്കിലും ബസിലിക്കയിൽ ഏകീകൃത രീതി മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ എന്നാണ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ഇടവക ജനങ്ങൾക്ക് ബസിലിക്ക തുറക്കുന്നതിന് സാഹചര്യം ഒരുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് 2023 മാർച്ചിൽ എഴുതിയ കത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ബസിലിക്ക വികാരി എപ്പോൾ ഏകീകൃത കുർബാന അർപ്പണ രീതി നടപ്പിലാക്കുവാൻ തയ്യാറാകുന്നുവോ അപ്പോൾ തന്നെ ബസിലിക്ക തുറന്ന് പ്രവർത്തിക്കാവുന്നതാണ് എന്നും പ്രസ്തുത കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് ബസിലിക്ക അടച്ചിടേണ്ട സാഹചര്യമുണ്ടായത് 2022 നവംബർ 27 അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററിനെ തടഞ്ഞതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. തുടർന്ന് ക്രിസ്മസിനു മുമ്പ് ബസിലിക്ക തുറക്കാൻ പോലീസിൽ നിന്നും ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും അനുവാദം വാങ്ങിയത് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് തന്നെയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ബസിലിക്ക പൂട്ടാനുണ്ടായ സാഹചര്യം സൃഷ്ടിച്ചവർ തന്നെയാണ് ബസിലിക്ക തുറക്കാനുള്ള സാഹചര്യവും സൃഷ്ടിക്കേണ്ടത്. അതിന് മുൻകൈയെടുക്കേണ്ടത് എറണാകുളം ബസിലിക്ക ഇടവക സമൂഹവും വികാരിയുമാണ്. പരിശുദ്ധ സിംഹാസനത്തിന്റെ തീരുമാനത്തിന് വിരുദ്ധമായി ബസിലിക്കയിൽ ജനാഭിമുഖ കുർബാന അനുവദിക്കാൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്ക് സാധ്യമല്ല. കാരണം ഏകീകൃത കുർബാനയർപ്പണം ബസിലിക്കയിൽ ഉടനടി നടപ്പിൽ വരുത്തുക എന്നതായിരുന്നു വത്തിക്കാൻ അദ്ദേഹത്തിന് ഏൽപ്പിച്ചിട്ടുള്ള പ്രഥമ ഉത്തരവാദിത്തങ്ങളിൽ ഒന്ന്. എപ്പോൾ ഏകീകൃത കുർബാന അർപ്പിക്കപ്പെടുവാൻ ബസിലിക്കയിൽ സാഹചര്യം ഒരുങ്ങുന്നുവോ അപ്പോൾ തന്നെ ബസിലിക്ക തുറക്കപ്പെടും. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം.